എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് നാളായി ഞാൻ ഇങ്ങനെ വോയിസ് ഒക്കെ ഇട്ട് വന്നിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജിന് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പം അവൾ അറിയാണ്ടാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അത് നോക്ക്. Okay. Thank you, thank you. ഡ്രസ്സ് അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എന്തായാലും ആളുടെ കല്യാണം വന്നിട്ട് മെയ് 1-നാണ്. അപ്പോൾ എന്തായാലും ഇത് ടച്ചൊക്കെ ഇടുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇട്ടേക്കാം. നിങ്ങൾ തന്നെ പറയണം. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഇന്റേൺഷിപ്പിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തതാണ്. ഞാനും അഭിഷേകം ഉണ്ട്. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോൾ അവിടെ ഫുഡ് റെഡിയായി. ഇട് അങ്ങനെ എന്താണ് കറി? കറിയാ ചിക്കൻ. അങ്ങനെ കോളേജിലെ ക്യാൻറ്റീനിൽ ഫുഡ് റെഡിയായി ഗൈസ്. അപ്പോൾ ഈ ആൻറ്റി വന്നിട്ട് അവിടുത്തെ ആൻറ്റിയാണ്. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അതാണ് ആൻറ്റി ചിക്കൻ കറി എന്ന് പറഞ്ഞത്. പക്ഷേ ചിക്കൻ കറിയല്ല ഗൈസ്, സാമ്പാറാണ്. നല്ല സാമ്പാർ കറിയും പുളിച്ചിക്ക അച്ചാറും തോരനും പച്ചടിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളിതാ ഇനിയിപ്പം ട്രിവാൻഡ്രം വരെ പോവാണ് നമ്മുടെ ഇന്റേൺഷിപ്പിൻ്റെ കാര്യമായിട്ട്. ഞാനും അഭിഷേകം ഉണ്ട്. നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ പാട്ടൊക്കെ ആയിരുന്നു എല്ലാം. ഞാൻ ഈ മിക്ക 90s പാട്ട്സും എനിക്ക് എല്ലാം അറിയാം. കാണാൻ പാടവും വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ അച്ഛൻ ഭയങ്കര പാട്ട് പ്രേമിയാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അച്ഛൻ എന്ന് ഇങ്ങനെ പാട്ടിട്ട് എല്ലാ പാട്ടും കാണാൻ പാടാൻ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് 90s. എനിക്കിപ്പോൾ 2K കിട്ടാവണം ആണെങ്കിൽ പോലും എനിക്ക് അറിയത്തില്ല ഗൈസ്. എനിക്ക് ആ ഒരു വൈബ് 90s പാട്ടിലേ കിട്ടുന്നുള്ളൂ, പണ്ടത്തെ പാട്ടുകളിലൊക്കെ. അപ്പോൾ ഈ കണ്ടക്ടർ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം കണ്ടക്ടർ അങ്കിള് കാരണം കറക്റ്റ് സ്ഥലങ്ങളിലൊക്കെ എത്തി. അങ്കിളാണെങ്കിൽ എത്താറായപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അപ്പുറത്താണ് കേട്ടോ, അപ്പുറത്താണ്. അങ്കിളെന്ന് വിളിക്കണ്ട, ചേട്ടനാട്ടോ. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പുറത്താണ്, ഞാൻ നിങ്ങളെ ഇറക്കാന്ന്. അങ്ങനെ സെക്രട്ടേറിയറ്റ് എത്തി ഗൈസ്. അവിടെ ഭയങ്കര സമരവും ബഹളമൊക്കെ ആയിരുന്നു. ഞങ്ങൾ അതൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ ബസ്സിലിങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് വന്നിട്ട് സ്റ്റാച്യൂവിൻ്റെ അപ്പുറത്താണ്. അപ്പം അങ്കിൾ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, ബായോ എത്താറായി, അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ പോയി നിൽക്ക്, ഞാൻ ഡ്രൈവർ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ ഇറക്കിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. നമ്മൾ കയറിയ ടൈം തൊട്ട് ഇറങ്ങുന്ന ടൈം വരെ എവിടെയാ അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം അറിഞ്ഞ് ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണോണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്കിങ്ങനെ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. ഒന്നാമത് ട്രിവാൻഡ്രത്ത് പോയാൽ ഫുള്ള് നമ്മൾ ചുറ്റും കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വഴിയാണ്, എവിടെ കൂടി വേണമെങ്കിലും പോവാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി, അങ്കിളിന് ടാറ്റയൊക്കെ കൊടുത്തു. അപ്പോൾ വണ്ടി പോയി, ബൈ ബൈ. അപ്പോൾ ഞങ്ങൾ ഇനി നമ്മുടെ ഇന്റേൺഷിപ്പിനുള്ള സ്ഥലത്ത് പോവാണ്. സത്യം പറഞ്ഞാൽ കണ്ടക്ടർ ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങി നമുക്കിവിടെ ഇറങ്ങാൻ പറ്റി. അല്ലാതെ അവിടെ സ്റ്റോപ്പില്ലെന്ന് പറഞ്ഞു. ഇവിടെ കൈത്തറി ഭവൻ ഊറ്റൂഴിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഇന്റേൺഷിപ്പിന് വേണ്ടി ചോദിക്കാൻ വേണ്ടിയാണ്. അവിടുത്തെ മാഡത്തിൻ്റെ അടുത്ത് ചോദിക്കണമായിരുന്നു. അപ്പം ഇതാണ് സ്ഥലം. ഞങ്ങൾ അകത്ത് കയറി ചോദിച്ചപ്പം ഇവിടെയല്ല, മുകളിലാണ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ പോയി ചോദിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വിളിക്കും, അമ്മ ഞാൻ ഇവിടെ എത്തിയെന്ന്. അമ്മയും അച്ഛനും ഇങ്ങോട്ടും വിളിക്കുമായിരുന്നു. കാരണം എന്നെ അങ്ങനെ ഒറ്റയ്ക്ക് ഇന്നേ വരെ ഒരിടത്തും വിട്ടിട്ടില്ല. ആദ്യത്തെ ടൈമാണ്. അതും ഇത് ഒരു അർജൻറ്റ് മാറ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ അമ്മയൊക്കെ വിളിച്ചുകൊണ്ടേ വരുവുള്ളായിരുന്നു. അർജൻറ്റ് മാറ്റർ ആയതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് വന്നത്. ഞാനിങ്ങനെ കുറേയൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവൾ കൂടെ ഉള്ളതുകൊണ്ടൊരു ധൈര്യമുണ്ട്. രണ്ടുപേരുണ്ടല്ലോ. ഒറ്റയ്ക്കാണെങ്കിൽ പെട്ടുപോയനെ കഴിച്ചു. എനിക്ക് വലുതായിട്ട് അങ്ങനെ ഞാൻ TVM ഒന്നും പോയിട്ടില്ല. കൂടുതലും അമ്മയും അച്ഛനും ഒക്കെ ആയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പം വീണ്ടും അവർ പറഞ്ഞു മുകളിലാണ്, ഇവിടെ അല്ല എന്ന്.
അങ്ങനെ വീണ്ടും ഞങ്ങൾ എന്ത് പറയാം, വീണ്ടും പടിയേറി. അങ്ങനെ 3ാമത്തെ നിലയിലാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. പിന്നെ ഞങ്ങൾ ഫിനാൻഷ്യൽ മാനേജറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ 14 ദിവസത്തെ ഇന്റേൺഷിപ്പാണ്. അപ്പം ഇവിടെ ഇനി എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമ്മള് പോവാണ്. സത്യം പറയല്ലോ, എല്ലായിടും നമ്മൾ നടന്നാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വെയിലിൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല വെയിലുണ്ടായിരുന്നു. ഫുള്ള് ഞങ്ങൾ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ നടന്ന് നമ്മളിവിടെ പോത്തീസി കയറിയപ്പം നല്ല തണുപ്പ്. അപ്പോഴാണ് ഒരു സമാധാനമായത്. ഇനി എവിടെയെങ്കിലും പോയി ഇരിക്കണം. പക്ഷെ എനിക്ക് അമ്മ വിളിച്ചിട്ട് പറഞ്ഞ മകളെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. വെജിറ്റബിളാണ് അമ്മ കൂടുതലും വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ പറഞ്ഞ് അടുത്തായതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പോത്തീസി കയറിയിട്ട് അവൾക്ക് ഫേസ് വാഷ് എന്തോ മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആ വഴിക്ക് പോയി. ഞാനിവിടെ അമ്മയ്ക്ക് വേണ്ടി സാധനങ്ങൾ മേടിക്കുകയാണ്. പച്ചക്കറി തന്നെ കൂടുതൽ. ഞാനിവിടെ തക്കാളിക്ക മേടിച്ചിട്ടുണ്ട്, ബീട്രൂട്ട് മേടിച്ചു, പിന്നെ കോണ്, ഇതൊക്കെ തന്നെയാണ് മേടിച്ചത്. വേറെ ഒന്നും വാങ്ങിച്ചോന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഒരു സാധനം കൂടെ വാങ്ങിച്ചു, വാട്ടർ മെലൻ. അവിടെ നല്ല വിലക്കുറവായിരുന്നു. ചുമ്മാ ഞാൻ 9 രൂപയോ എന്തോ ഉണ്ടായിരുന്നു. കിലോ 9 ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വലുത് നോക്കി തന്നെ എടുത്ത്. അതിലൊരു ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലാണെങ്കിൽ ബുക്കുണ്ട്, പിന്നെ ഹെൽമെറ്റ്. രാവിലെ മാമനാണ് കൊണ്ടുവിട്ടത്, അതുകൊണ്ട് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ആ ടൈമിൽ ചിന്തിച്ചില്ല. പക്ഷേ ഞാൻ പിന്നീട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ വെയിറ്റ് കാരണം മനസ്സിലായത് എന്നെക്കൊണ്ട് പറ്റൂല എന്ന്. പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കും, എനിക്ക് പറ്റും എന്നുള്ള ഇതിൽ തന്നെ ഞാൻ വാങ്ങിച്ചു. പിന്നെ അതാ ബില്ലിടുന്നതാണ്. അവിടെ പോയി എല്ലാം കൊടുത്തത്. ഈ ഒരു തണ്ണിമത്തനാണ് ഞാൻ എടുത്തത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. നല്ല ഓക്കെ. എനിക്കിനി പോത്തീസിന്ന് തമ്പാനൂര് വരെ നടക്കണം. ഇത്രയും വെയിറ്റ് കൊണ്ട് ഞാനിനി തമ്പാനൂര് വരെ നടക്കണം. എനിക്ക് ഒറ്റ പേടി ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ബാഗ് പൊട്ടിപ്പോകുമെന്ന്. കാരണം ഇത്രയും വെയിറ്റ് ഒന്നും എൻ്റെ ബാഗ് ഉള്ളൂന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ അവൾക്കൊരു സാരി എടുക്കാൻ ഫസ്റ്റ് ഫ്ലോറിൽ വന്നായിരുന്നു. അപ്പോൾ അവൾ സാരി നോക്കുന്നു, ഞാനിവിടെ മിറർ സെൽഫി എടുക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്, നമ്മൾ എവിടെ പോയാലും മിറർ കാണണോ സെൽഫി എടുക്കുക. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരുപാട് വീഡിയോ എടുക്കും. കാരണം പിന്നെ എൻ്റെ ബാഗ് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് ആണെങ്കിൽ എടുത്ത് കയ്യിൽ വെച്ചായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ നടക്കുന്ന ടൈമിൽ ഹെൽമെറ്റ് ഒരു ബാധ്യതയാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഹെൽമെറ്റ് എടുത്ത് ബാഗിനകത്ത് വെച്ചു. പിന്നെ 2 കിറ്റില്ലേ, നമ്മുടെ തക്കാളിക്കയും ബീട്രൂട്ടും ഞാൻ കയ്യിലെടുത്ത് നടക്കാമെന്ന് വിചാരിച്ചു. കാരണം അവസാനം പൊട്ടണ ലക്ഷണമായി എൻ്റെ ബാഗ്, കാരണം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി ബാക്കി 2 സാധനം കയ്യിലും എടുത്തു. അങ്ങനെ ഞങ്ങൾ തമ്പാനൂരിൽ എത്തി, ബസ് സ്റ്റാൻഡിലെത്തി. ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്നിരിക്കുവാണ്. എൻ്റെ കയ്യിൽ തന്നെയാണ് 2 സാധനങ്ങളും ഉള്ളത്. ഇത്രയും വെയിറ്റൊന്നും എൻ്റെ കാലിൽ വെക്കാൻ പറ്റാതെ ഞാൻ സൈഡിൽ ബാഗിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 2ാമത്തെ ബസ് എനിക്ക് കയറണം. അവൾ പകുതി ദൂരേ ഉള്ളൂ. പിന്നെ ഞാൻ ബസ്സൊക്കെ കയറി ഞാൻ വീട്ടിലെത്തി. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ഇതില്ലാണ്, കാരണം എല്ലാ വെയിലും കൊണ്ട് നല്ല തലവേദനയായിരുന്നു. ഗുണ്ടൂസേ വാ പോവാ. വാ പോവാ. ഓക്കെ, നമുക്ക് പോവാ. അവൻ എടുത്തോണ്ട് പറഞ്ഞ എന്താ മറ്റേ കിറ്റ് അവ എടുക്കാൻ പറ്റുമായിരുന്നു, അവ എടുത്തു തന്നേന് നിനക്ക്. അങ്ങനെ ഗുണ്ടു വിളിക്കാനാണ് വന്നതെന്ന് അവന് മനസ്സിലായല്ലേ. എന്തോ സാധനം ഉണ്ട്, വീട്ടിൽ ചെന്നാലേ കിട്ടുള്ളതും പറഞ്ഞിട്ടാണ് കയറിയിരുന്നത്. അവർ നോക്കിയപ്പോൾ എന്തോ സാധനം ഉണ്ട്, ഇനി വീട്ടിൽ ചെന്നാലേ കിട്ടുമോ. വെയിറ്റ് ഒന്നും എനിക്കിനി ചുമക്കാനുള്ള ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മയെ വിളിച്ചു. അങ്ങനെ അമ്മ വന്നു. പിന്നെ നല്ല വെയിലൊക്കെ കൊണ്ടതുകൊണ്ട് തന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ എത്തി കിടന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും ഇതേപോലെയൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വലിയ മടിച്ചായിപ്പോയി ഗൈസ്, അതാണ് സംഭവം. പിന്നെ ഓരോരോ ഇപ്പോൾ സെക്കൻഡ് സെമനി ക്ലാസ് തുടങ്ങി, ഓരോരോ തിരക്കുകളായി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തി. അപ്പോൾ ഗുണ്ടുതാ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിണങ്ങി കിടക്കുകയാണ്. അവനൊന്നും കിട്ടിയില്ല എന്നൊക്കെ വിചാരിച്ച്, കാരണം ഞാൻ വേറൊന്നും വാങ്ങിച്ചില്ലല്ലോ, അവനുള്ള ഒന്നും മേടിച്ചില്ല. കവറുകൊണ്ട് അവൾ അകത്ത് കയറിപ്പോയപ്പം ഗുണ്ടുവിന് സഹിക്കാൻ പറ്റിയില്ല.
എനിക്കുള്ള ഒന്നും ഇല്ലാന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.